ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4, 5, 6 ആയത്താണ്. സൂറത്ത് അൽ കഹ്ഫ്, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം. ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ فلعلك باخع نفسك على നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് 4-ാമത്തെ വചനവും. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണ് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം. അത് എല്ലാ അർത്ഥത്തിലും, അവൻ്റെ ദാത്തിലും സിഫാത്തിലും എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പാഠം നമ്മുടെ പെരിന്തൽമണ്ണ QHLSൻ്റെ ഓൺലൈൻ ക്ലാസ്, അതിലാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4, 5, 6 ആയത്താണ്. സൂറത്ത് അൽ കഹ്ഫ്, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം. ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ فلعلك باخع نفسك على آثارهم إن لن يؤمنوا بهذا الحديث أسفا. നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് 4-ാമത്തെ വചനവും. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണ് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം. അത് എല്ലാ അർത്ഥത്തിലും, അവൻ്റെ ദാത്തിലും സിഫാത്തിലും എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഷിർക്കാണ്. ഷിർക്ക് മഹാപാപമാണ്, മുഴുവൻ അമലുകളെയും നിഷ്ഫലമാക്കി കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ എവിടെയും നമ്മുടെ തെറ്റായ
ഷിർക്കിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ലാഞ്ചന പോലും ഇല്ലാതിരിക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അത്തരം ഷിർക്കിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ തൗഹീദിൻ്റെ സമ്പൂർണമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് 112-ാമത്തെ വചനം. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക, അള്ളാഹു ഏകനാണ്. അള്ളാഹു ഏകൻ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സമാനനോ പങ്കാളിയോ ഒരാളും തന്നെയല്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു സമദ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുവിനല്ലാതെ ഇല്ല, അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളാണ്. സമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയം. ഈ പ്രപഞ്ചത്തിലെ എല്ലാതും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഒന്നിനെയും ആശ്രയിക്കേണ്ട അള്ളാഹു. അങ്ങനെ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഒന്ന് അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെ മറ്റൊരാളെ നമുക്ക് പറയാൻ സാധ്യമല്ല എന്നല്ല. ലം യലിദ് വലം യൂലദ്. അവന് പിതാവുമില്ല പുത്രനുമില്ല. അവനാരുടെയും പിതാവല്ല, അവനാരുടെയും പുത്രനുമല്ല. കാരണം പിതാവും പുത്രനുമാവുക എന്ന് വരുമ്പോൾ അള്ളാഹുവിൻ്റെ സവിശേഷതകൾ അവരിലും ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അത് ശരിവെക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ തകരാറ് പറ്റിയ ആളുകൾ ഏറ്റവും വലിയ അള്ളാഹുവിന് കോപകരമായ കാര്യം അവിടെ വിശ്വാസത്തിൽ വന്നത് അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തെ അള്ളാഹു ശക്തമായി ഇവിടെ താക്കീത് ചെയ്യുന്നത്. മുശ്രിക്കുകൾ പറഞ്ഞത് മലക്കുകൾ, മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്നാണ്. അതേപോലെ തന്നെ ജൂതന്മാർ പറഞ്ഞത് ഉസൈർ ബിനുള്ള, ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്നാണ്. അപ്പം ഈ പുത്രവാദം അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തുടർന്നു വന്നിട്ടുള്ള ഒന്നാണ്. ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ്. അള്ളാഹു സന്താനങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളെ താക്കീത് ചെയ്യുവാൻ, അവർക്ക് ശക്തമായ ശിക്ഷ വരാനുണ്ട്, അത് അത്രമേൽ പിഴച്ച വിശ്വാസമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, താക്കീത് ചെയ്യുക. അത് വിശുദ്ധ ഖുർആൻ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണെന്നാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. പ്രമാണങ്ങളില്ലാത്ത വിശ്വാസങ്ങളെല്ലാം, തെറ്റായ വിശ്വാസങ്ങൾക്കെല്ലാം അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് എത്തിച്ചേരുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഈ യത്തബിഊന ഇല്ലല്ലൻ, ഊഹം. ഓരോരോ നിഗമനങ്ങൾ വെച്ച് പറയാം, അതിന് യാതൊരു തെളിവുമില്ല. ആ നിഗമനങ്ങളിൽ എന്ത് ചെയ്യുക? തങ്ങളുടെ വിശ്വാസങ്ങളെ കെട്ടിപ്പടുക്കുക. ഇത്തരം ന്യായങ്ങളിലാണ് എല്ലാ തെറ്റായ വിശ്വാസങ്ങളും ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഇസ്ലാമിലൊരു കാര്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഷിർക്കാണോ തൗഹീദാണോ സുന്നത്താണോ ബിദ്അത്താണോ പാപമാണോ പുണ്യമാണോ, എങ്ങനെ നമ്മൾ തീരുമാനിക്കുക? അതിന് വ്യക്തമായ പ്രമാണം 114 സൂറത്തുള്ള വിശുദ്ധ ഖുർആനും 23 കൊല്ലക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതമല്ലേ നമ്മൾ മാതൃകയാക്കുക. നമ്മൾ ചിന്തിക്കണം, ഇവിടുത്തെ ഒരു മഹാഭൂരിപക്ഷം ആളുകളും അവിടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി സ്വീകരിച്ചത് ഖുർആനും സുന്നത്തല്ല. ഒരു പക്ഷെ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസത്തെ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഒരു വ്യക്തി അദ്ദേഹം വിശ്വസിക്കുന്ന ശിർക്കിയായ കാര്യങ്ങൾക്ക് മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം, അവർ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുക, വിശ്വസിക്കുക, അവിടെ ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ തെളിവായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? അതായത് ഇത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ, അവരൊക്കെ കെലിമ ചൊല്ലി മരിച്ചില്ലേ? കെലിമ ചൊല്ലി മരിക്കുന്ന ആൾ സ്വർഗത്തിലല്ലേ? അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന അത്തരം ആളുകളൊക്കെ വിശ്വസിച്ചത് തെറ്റാകുമോ? അതുകൊണ്ട് അവർ വിശ്വസിച്ചതൊക്കെ നമുക്കും വിശ്വസിച്ചുകൂടെ? അവർ ജീവിതത്തിൽ പാലിച്ചതൊക്കെ നമുക്കും പാലിച്ചുകൂടെ എന്നാ ചോദ്യം. നോക്കൂ നിങ്ങൾ, പ്രമാണങ്ങൾക്ക് പകരം അവലംബിക്കുന്ന ഒരു ഊഹം അല്ലെങ്കിൽ ഒരു ദേഹേച്ഛ, മനസ്സ് തോന്നുന്നൊരു കാര്യം,
അപ്പോൾ ഒരു വ്യക്തി അങ്ങനെ നമുക്ക് തെറ്റുപറ്റാത്തൊരു വ്യക്തിയായിട്ട് ആരേ ഉള്ളൂ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. ബാക്കി ഏതൊരു വ്യക്തിയുടേതാണെങ്കിലും പ്രമാണങ്ങളോട് യോജിക്കുന്നില്ലേ, അത് സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ നമ്മൾ പരിശോധിക്കണം. കാരണം ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി, ഷഹാദത്ത് കലിമ ചൊല്ലി, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു തന്നെ വെക്കുക. ആ പറഞ്ഞ കാര്യം ആത്മാർത്ഥമായും ഉൾക്കൊണ്ടും അതനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്ത ആളുകൾക്കല്ലേ അത് കിട്ടുള്ളൂ. ഷിർക്കിൽ ജീവിച്ച ഒരാൾ, ഫിറൗൻ മുങ്ങിച്ചാകുന്ന സമയത്ത് ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറഞ്ഞു. ഞാൻ മൂസയിലും ഹാറൂനും രക്ഷിതാവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൗഹീദാണ്. പക്ഷെ ആ സമയത്ത് പണ്ട് കാര്യമുണ്ടോ? പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ അതൊന്നും ഒരു തെളിവായും അവലംബമായും സ്വീകരിച്ച് നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റൂല. അതാണ് ഖുർആൻ അടുത്ത് പറഞ്ഞത്, അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് എന്തില്ല, അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവർ പറയുന്ന ഈ കാര്യത്തിൽ ശരിയുടെ അംശം പോലുമില്ല. വലാലി ആബായിഹിം, അവരുടെ പിതാക്കൾക്കുമില്ല. എന്താ അത് പറയാൻ കാരണം? പിതാക്കൾക്കുമില്ല എന്ന്. ആബാ പിതാക്കൾ, എന്താ പിതാക്കൾ? കാരണം ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകൾക്കുള്ളൊരു ധൈര്യം, നമ്മളത് ശരിയായിരിക്കുമെന്നതിന് അവർക്കുള്ളൊരു ധൈര്യം എന്താണെന്നറിയോ? മാ വജദനാലിയാബാന, ഞങ്ങളെ വാപ്പകാരന്മാരൊക്കെ ചെയ്തു വന്ന അതേ ആചാര സമ്പ്രദായങ്ങളാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അവരുടെ പാത പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ശരിയാണ് ചെയ്തത്, അവർ മുമ്പേ ചെയ്തു പോകുന്നതാണ് ഇതാണ്. അപ്പോൾ അള്ളാഹ് പറയാണ്, അവർക്കുമില്ല അവരുടെ പിതാക്കൾക്കുമില്ല യാതൊരു വിവരവും. അപ്പൊ അറിവിൻ്റെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ മതപരമായ വിശ്വാസ കർമ്മങ്ങൾ തീരുമാനിക്കേണ്ടത്. സുഹൃത്തുക്കളെ, നമുക്കൊരു ബാധ്യത ഉണ്ട്. നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പ്രമാണത്തോടെ എത്രമാത്രം യോജിക്കുന്നു, അത് വിശ്വാസമാകാം, കർമ്മമാകാം. നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷെ നമ്മുടെ നമസ്കാരം പ്രമാണങ്ങളോട് എത്ര യോജിക്കുന്നു? അൽ മുസീഉ സലാത്തുഹു, നിസ്കാരത്തിൽ തകരാറ് പറ്റിയ വ്യക്തിക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പൂർണ്ണമായ ഹദീത്ത് ഉണ്ട്, ഇമാം ബുഖാരിൻ്റെ. എല്ലാവരും നമസ്കാരം പഠിക്കാൻ അവലംബമായി സ്വീകരിച്ച ഒരു ഹദീത്താണ്. അതിൽ ഓരോന്നും പറയുന്നുണ്ട്, റുക്കൂ, സുജൂദ്, എല്ലാ സംഗതികളും അതിൽ പറയുന്നുണ്ട്. നമ്മളത് പ്രമാണങ്ങളോട് യോജിക്കുന്നുവോ എന്നാണ്. നമ്മൾ തോന്നിയതോ പാപ്പകാരന്മാരെന്ന് കണ്ടതോ ഒന്നുമല്ല നമ്മൾ ആചരിക്കേണ്ടത്. അവർക്കുമില്ല അവിടെ പിതാക്കൾക്കുമില്ല യാതൊരു വിവരവും ഈ പറയുന്ന കാര്യത്തിൽ. പിന്നെ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം അവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊരു വിശ്വാസപരമായി, ഒരു മതമായി അവർ അംഗീകരിച്ചു പോകുന്ന ഇത്തരം വിശ്വാസങ്ങൾ, അള്ളാഹുവിന് മക്കളുണ്ടെന്നുള്ള ഈ വിശ്വാസം എന്താണെന്നറിയോ? കെബുറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഇഹിം. കെബുറത്ത് കലിമത്തൻ, ഗുരുതരമായ ഒരു വാക്ക്. തഖ്റുജു, അത് പുറത്തു വരുന്നു, മിൻ അഫ്വാഇഹിം, അവരുടെ വായകളിൽ നിന്നും. അവിടെ വായകളിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വാക്കാണ് കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ. അവർ കളവല്ലാതെ പറയുന്നില്ല. അവർ കളവല്ലാതെ പറയുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ മക്കളുണ്ട് എന്നത് യാഥാർത്ഥ്യമേ അല്ല, അത് സത്യത്തോട് യോജിക്കുന്നതുമല്ല. വ്യക്തമായൊരു കളവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഇവർ ആരോപിക്കുന്ന ഇത്തരം വിശ്വാസം എന്നാണ്. ഇതിൻ്റെ ഗൗരവം പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തു മറിയമിൽ അള്ളാഹു ഈ കാര്യം പറയുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ അവർ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് വാദിച്ചു. മക്കളെ സ്വീകരിക്കൽ അള്ളാഹുവിനില്ല. ആകാശഭൂമികളുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം കളവാണ്, തെറ്റാണ്. നമുക്കിന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രമാണങ്ങളോട് യോജിക്കണം, അറിവോടുകൂടെ പറയണം.
നമ്മുടെ ദേഹേച്ഛകളോ ഊഹങ്ങളോ മതമായി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും കർമ്മജീവിതത്തെയും അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഏറ്റവും നന്നായി പഠിക്കണം. സുഹൃത്തുക്കളെ, ഇനി അടുത്തത് വരാൻ പോകുന്നത് വിശുദ്ധ ഖുർആൻ ഒരു സമാധാനത്തിൻ്റെ ഗ്രന്ഥമാണ്. നമ്മൾക്ക് മനസ്സമാധാനം പകരുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും അതിൽ സമാധാനം നൽകുന്ന നല്ലൊരു കാഴ്ചപ്പാടാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. എവിടെയാണ് നമുക്ക് വളരെ വലിയ മാനസിക ആഘാതങ്ങൾ ഉണ്ടാകുന്നത്? ഏതു തരം വിഷയങ്ങളിലാണ്? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് അപകടങ്ങളും ദുരന്തങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ദുഃഖിക്കുക. അതുകൊണ്ട് പല സ്ത്രീകളും വിഷാദ രോഗികളായി തീർന്ന എപ്പോഴാണ്? മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ്. മക്കളുടെ വിവാഹ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, രോഗം, ഇത് വരുമ്പോഴാണ് ഉണ്ടാവുക. നമ്മുടെ കരുണ, നമ്മുടെ സ്നേഹം അതേറ്റവും തീവ്രമായി നമുക്ക് ആരോടാണോ അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമുക്ക് വലിയ മനപ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ഡിപ്രഷൻ, ഒരു വിഷാദം വന്നാൽ അതിൻ്റെ കാരണങ്ങൾ പക്ഷേ അയാൾക്ക് പോലും അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, സ്നേഹമുള്ള, അത് സമ്പത്തിനോടാവാം, മക്കളോടാവാം, അതിലെന്തെങ്കിലും ട്രാജഡികൾ, ദുരന്തങ്ങൾ വരുമ്പോഴാണ് ഉണ്ടാവുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. നബിക്ക് എന്തിലാണ് സുഹൃത്തുക്കളെ ഏറ്റവും അധികം ദുഃഖം വന്നത്? നബിക്ക് എന്തിനാണ് ദുഃഖം വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരിയായ ആശയങ്ങൾ, തെറ്റുപറ്റാത്ത ആശയങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് വിരുദ്ധമായ കാര്യങ്ങളെ അവർക്ക് താക്കീത് ചെയ്യുക, തെറ്റായ വഴികളിൽ നിന്ന് അവരെ തടുക്കുക. ഇതല്ലേ പ്രവാചക ദൗത്യം? അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം അധ്വാനിച്ചത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയത്തെ അല്ലേ നമ്മൾ അധ്വാനിക്കുക. മക്കളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, അവിടെ അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അധ്വാനിക്കുന്നു. സമ്പത്താണ് നമുക്കിഷ്ടം, അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. ആ അധ്വാനത്തിന് പിന്നിൽ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സ്വസ്ഥതയോ സന്തോഷമോ ഒന്നും പരിഗണിക്കില്ല. അങ്ങനെയാണ് ചെയ്യുക നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജനങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പ്രവാചകനോട് അവതരിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ആ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ജനങ്ങളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ സ്നേഹം, അതാണ് നമ്മൾ കാണുന്നത്. പ്രവാചകന്റെ സ്നേഹം നമ്മളവിടെ കാണുന്നു. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ فَلَعَلَّكَ നീ ആയേക്കാം ബാഖിഉൻ നഫ്സക, നീ നിന്നെ അപകടപ്പെടുത്തുന്നവൻ, നീ നിന്നെ തന്നെ നശിപ്പിച്ചു കളയുന്നവൻ, ആത്മഹുതി ചെയ്യുന്നവൻ. അലാ ആസാരിഹിം, അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന്. അലാ ആസാരിഹിം, ഈ സത്യത്തെ അംഗീകരിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് നീ നിന്റെ ജീവനെ തന്നെ അപകടപ്പെടുത്തുന്നവനായേക്കാം. ഇല്ലൻ യുഅ്മിനൂ ബിഹാദിൽ ഹദീസ്, ഈ സന്ദേശത്തിൽ, ഈ വർത്തമാനത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലാത്തതിനാൽ, ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിലുള്ള ദുഃഖം കാരണം അവർ പിന്തിരിഞ്ഞു പോയ കാര്യത്തിൽ നീ എന്താണ്? നിന്നെ തന്നെ അപകടപ്പെടുത്തിയേക്കാണ്. അസഫൻ എന്ന് പറഞ്ഞാൽ ദുഃഖത്താൽ, ഖേദത്താൽ എന്നാണ്. ദുഃഖത്താലും ഖേദത്താലും നീ നിന്നെ തന്നെ അപകടപ്പെടുത്തിയേക്കാം. ഫ എന്ന് പറഞ്ഞാൽ അതിനാൽ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അവരിതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുഃഖം കാരണം, വിശ്വസിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ നീ നിന്നെ തന്നെ അപകടം, അത്ര വലിയ ദുഃഖമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്, നീ എന്ത് ചെയ്യരുത്? അവിടെ മേൽ അതികഠിനമായ ദുഃഖം നിനക്കുണ്ടാവരുത് എന്നാണ് പ്രവാചകനോട് പറയാണ്. ലഅല്ലക ബാഖിഉൻ നഫ്സക, നീ നിന്നെ അപകടപ്പെടുത്താറായിരിക്കുന്നു. എന്താണ്? അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വാസികളാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം അധ്വാനം ചെലവഴിച്ചത് ആർക്ക് ഏത് കാര്യത്തിലാണ്? ഈ ഹിദായത്ത് മറ്റുള്ളവർക്ക് കിട്ടാനുള്ള പരിശ്രമത്തിലാണ് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനം ചെയ്തത്. അതിൻ്റെ കാരണം എന്തായിരുന്നു?
ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾ ഇന്നൊരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം. ആളുകൾക്ക്, മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വലിയ മനോവിഷമമാണ്. നാളെ നരകത്തിൽ പോവുക ഒരാളെന്ന് പറഞ്ഞാൽ പ്രവാചകന് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട്, നിങ്ങളോട് ഏറ്റവും അധികം എന്താണ് താല്പര്യമുള്ളവനാണ് പ്രവാചകൻ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് പ്രവാചകൻ അങ്ങേയറ്റം വാത്സല്യവും കാരുണ്യവും ഉള്ളവനാകുന്നു എന്നാണ്. അപ്പോൾ എത്രമാത്രം വ്യക്തമായിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. ആ സ്നേഹമാണ് അതിനുവേണ്ടി പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ആളുകളോടുള്ള സ്നേഹമാണ് അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിക്കുന്നത്. സത്യല്ലേ? നമുക്ക് എന്തിനോടാണോ സ്നേഹം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. അത് വിജയിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, അത് പരാജയപ്പെടുമ്പോഴോ നമ്മൾ കഠിനമായി ദുഃഖിക്കും. നോക്കൂ, നിങ്ങൾ ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന എത്രയെത്ര ആശയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഏറ്റവും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കി, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടം ആളുകൾ ഹിദായത്തിലാവലാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചു. അതിലെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നീ നിന്നെ തന്നെ എന്തായിരിക്കുന്നു, നീ ജീവൻ ഒടുക്കുന്നവനായേക്കാന്നാണ്. ആത്മഹുതി ചെയ്യുന്നവനായേക്കാണ്. അത്രമാത്രം വിഷമത്തിൻ്റെ ഏറ്റവും വലിയ കാഠിന്യത്തിലാണല്ലോ അങ്ങനെ സംഭവിക്കുക. ഒരിക്കലും ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഒരു വിശ്വാസിക്ക്. ഇതിൻ്റെ ആ ഒരു ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ആഴം കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതാണ് അതിൽ കാണുന്ന കാര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് പറഞ്ഞത് ഇതിൽ ദുഃഖിക്കരുത് എന്നാണ്. അങ്ങനെ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും എന്താ വെച്ചാൽ, ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ കൃത്യതയോടുകൂടെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. എങ്കിൽ നമുക്കതിൻ്റെ പ്രതിഫലം ഉറച്ചു. അന്ന അജ്റക ഖദ് വജബ അലല്ലാഹ്, നീ ചെയ്തോ നിനക്കതിന് കൂലി കിട്ടും. ഒരാൾ പോലും വിശ്വാസിയായില്ലെങ്കിൽ പോലും നിന്റെ അധ്വാനം പാഴായി പോവുകയില്ല. വല്ലാത്തൊരു ആശ്വാസവചനമല്ലേ സുഹൃത്തുക്കളെ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പരിശ്രമിക്കുന്നതിന് ലക്ഷ്യം നേടുമെങ്കിൽ നമ്മളെന്തിനാണ് ദുഃഖിക്കുന്നത്? നമ്മളെ മക്കളെ സംരക്ഷിച്ചു വളർത്തി അവർക്കെല്ലാം ചെയ്തു കൊടുത്തു. നമ്മുടെ ഭാഗം ക്ലിയർ ആവണം. നമുക്ക് വീഴ്ച വന്നാൽ നമ്മൾ ദുഃഖത്തിന് അതിരുണ്ടാവില്ല. അപ്പോൾ കണ്ടില്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആലപ്പുഴയിലാന്ന് തോന്നുന്നുണ്ട്, ഈ കടൽ ഏറ്റവും പ്രക്ഷുബ്ധമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്തത്, നിങ്ങൾ ഒരു ഫാമിലി അവരുടെ ബന്ധുവീട്ടിൽ വന്നിട്ട് അവർ കടപ്പുറത്ത് കാഴ്ച കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോലീസ് അവരെ തടുത്തു. കാരണം ഈ സമയത്ത് കടപ്പുറത്ത് പോകുന്ന അപകടമാണ് എന്ന നിലക്ക് തടുത്തു. പക്ഷെ അപ്പോൾ അവരെന്ത് ചെയ്യും, പോലീസ് തടുത്ത സ്ഥലത്ത് നിന്ന് പോയിട്ട് വേറൊരു വഴിയിലൂടെ അവർ കടപ്പുറത്തേക്ക് പോയി. അവരെ കൊണ്ടുപോയ ബന്ധുവിനാണ് കടൽ പരിചയം. അദ്ദേഹം വാഹനം പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ സ്ത്രീയെയും അവിടെ കുട്ടികളെയും അതിശക്തമായൊരു തിരയെടുത്ത് കഴിഞ്ഞപ്പോൾ ആ ബന്ധുവിൻ്റെയൊക്കെ പരിശ്രമ ഫലമായിക്കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷെ ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ട് അതിൽ ആളുകളൊക്കെ വന്നു. പക്ഷെ അവർക്ക് കടലിലിറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയി ആ കുട്ടി. ശരിക്കും ആ സ്ത്രീയുടെ പേരിൽ നരഹത്യക്ക് കേസെടുത്തു. ആ കുട്ടിയെ അവർ കൊന്നു എന്നുള്ളതൊക്കെ കേസെടുത്തു. എന്താ കാരണം? അവിടെ അവർ ഒരു നിയമലംഘനം നടത്തി. പോവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും പോയി. അവിടെ എന്താ, നമ്മുടെടുത്ത് വീഴ്ച ഉണ്ടെങ്കിൽ ആ ദുഃഖം നമുക്ക്. നേരത്തെ കുട്ടിക്ക് ഒരാൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഇതായി പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ നമ്മളെ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതല്ല, നമ്മൾ ബോധപൂർവം സംഭവിച്ചതുമല്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ടോ? ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഫദക്കിർ ഇന്നമാ, നീ ഉത്ബോധകനാണ്. ആ ഉത്ബോധനം നടത്തുക. അവിടെ മേൽ നീ അധികാരമോ ശക്തിയൊന്നും പ്രയോഗിക്കേണ്ടതില്ല എന്നാണ്.
മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കുണ്ടല്ലോ, റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖീ, എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും കാര്യം മാത്രമേ അള്ളാഹു ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അതായത് നമുക്കിപ്പോൾ വേറൊരാളെ കാര്യത്തിൽ എത്രത്തോളം ആവാം, മകൻ നന്നാവാത്തിൽ നമ്മൾ വേദനിക്കുകയാണ്, പക്ഷെ നമുക്ക് എത്രത്തോളം പറ്റും അവൻ്റെ കാര്യത്തിൽ അവൻ വിചാരിക്കണ്ടേ. അതേപോലെ ഈ സന്മാർഗത്തിലാവാത്ത ആളുകളൊക്കെ അവർക്ക് അവസരം കിട്ടിയവരാണ്, അവർക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുത്തതാണ്, പക്ഷെ അവർ സ്വീകരിച്ചില്ല. അവിടെ അതിൻ്റെ ഉത്തരവാദികൾ അവരാണ്. അതിന് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവർക്ക് അങ്ങനെ സംഭവിച്ചതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ അവർ ഇല്ലാതാക്കണം. നമുക്കത് ഇല്ലാതാക്കാൻ പറയാനല്ലേ പറ്റുള്ളൂ. അവരാണ് അത് ഇല്ലാതാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നത്, فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَىٰ آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَٰذَا الْحَدِيثِ أَسَفًا. അതായത് ദുഃഖം കൊണ്ടൊരു പ്രയോജനമില്ല. ദുഃഖം കൊണ്ടൊരു പ്രയോജനമല്ല. ദുഃഖം കൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുന്നത്, ഒരാൾക്ക് രോഗം വന്നു, അതിലയാൾ വല്ലാതെ വിഷമിച്ചു അല്ലേ. ഇപ്പോൾ വേണ്ടത് എന്താണ്? രോഗം സുഖാവുമല്ലേ. എന്നാൽ രോഗം സുഖമാവാൻ ഒരിക്കലും അയാൾക്ക് ഈ ദുഃഖവും മനോവിഷമവും സഹായകമല്ല, എന്നാൽ പ്രതികൂലമാണ്. താനും പ്രതികൂലമാണ്. ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, പുതിയൊരു ജോലിക്ക് വേണ്ടി ഊർജ്ജസ്വലനായി പരിശ്രമിക്കാൻ അയാൾക്ക് തടസ്സമാകുമെന്ത്? നഷ്ടപ്പെട്ട ജോലിയിൽ അയാൾ ദുഃഖിച്ചിരുന്നാൽ. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം അതാണല്ലോ നമുക്ക് ആവശ്യം. അതുകൊണ്ട് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം, വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. വിഷമിക്കുന്നത് നമുക്ക് പ്രതികൂലതകളെ ഉണ്ടാക്കും. അപ്പോൾ പല ആളുകളും ജീവിതത്തിൽ ഭയങ്കരമായ അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും പോയതെന്താണ്? വന്ന ചെറിയ ചില ദുരന്തങ്ങളുടെ വേദനകൾ അവരെ വലിയ ദുഃഖങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പല ആളുകളും വിഷമിക്കുന്നു ദുഃഖിക്കുന്നു കഴിയാത്ത കാര്യത്തിലാണ്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുന്നത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത്, നിനക്കിഷ്ടപ്പെടുന്നവർ ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു കാര്യമല്ല. അതിൻ്റെ നിമിത്തങ്ങളാകാനേ നിനക്ക് പറ്റും. അതുകൊണ്ട് ഹിദായത്തിലാവാത്ത അബൂ താലിബിനെ കുറിച്ച് ദുഃഖിക്കുന്നതിലും വിഷമിക്കുന്നതിലും വേദനിക്കുന്നതിലും അതിൻ്റെ പേര് ദുഃഖിച്ച് മരിക്കുന്നതിലും യാതൊരു കഥയില്ല എന്നർത്ഥം. വളരെ വളരെ വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് കഴിയാത്തതിൽ നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല. ഒരു രോഗം വന്നു, ചികിത്സ അല്ല, നമ്മൾ വെറുതെ ദുഃഖിച്ചിരുന്ന കാര്യം നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കഴിയാത്ത കാര്യങ്ങളിൽ, നിസ്സഹായമായ കാര്യങ്ങളിൽ നമ്മൾ വിഷമിച്ചതും ദുഃഖിച്ചതുമാണ് പല ആളുകളുടെയും ജീവിതം തളർന്നു പോകാനുള്ള കാരണം. എത്ര വലിയ സന്ദേശങ്ങളാണ്. ദുഃഖം ഒരു ഉപകാരവും ചെയ്യില്ല. മറ്റുള്ള കാര്യത്തിൽ ദുഃഖിക്കുമ്പോൾ അവരുടെ ഭാഗം അവർ നിർവഹിക്കാതെ നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല. ദുഃഖം ഒരിക്കലും നമുക്കൊരു ഗുണവും തരുന്നില്ല, മറിച്ച് നമ്മുടെ ശക്തി ക്ഷയിപ്പിക്കാനും നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനും മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്നൊരു മഹത്തായ ആശയം ഇതിലുണ്ട്. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَىٰ آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَٰذَا الْحَدِيثِ أَسَفًا. ഈ ഒരു വർത്തമാനത്തിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യുന്നു? അവർ പിന്തിരിഞ്ഞു പോയതിൻ്റെ പിറകെ ദുഃഖിച്ച് ചെന്ന് നീ എന്തു ചെയ്യുന്നു? നിൻ്റെ ജീവിതത്തിനെ നീ അപകടപ്പെടുത്താറായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തിൻ്റെ ആഴത്തെ പ്രതിപാദിച്ച് അത്തരം ദുഃഖങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടി പറഞ്ഞ് ആശ്വാസം പകരുകയാണ് ഈ വചനത്തിൽ ചെയ്യുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളൊരു തസ്ലിയത്താണ്, അതോടൊപ്പം പ്രബോധകന്മാർക്ക് മൊത്തത്തിലുള്ള തസ്ലിയത്താണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ ആളുകളെ ഈ സത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. ഈ ഖുർആൻ പാഠത്തിൻ്റെ ലിങ്കൻ നമ്മൾ പലർക്കും അയച്ചു കൊടുത്തു. പക്ഷേ എത്രയോ കാലമായി നമ്മൾ പരിശ്രമിച്ചിട്ടും ഒരു വരി പോലും കേൾക്കാനോ വായിക്കാനോ അവർ തയ്യാറായില്ല. നമ്മൾ ദുഃഖിതരാണ്. നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഭാഗം നമ്മൾ നിർവഹിച്ചാൽ മതി എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്ന ഏറ്റവും വലിയ ആശയം. ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിക്കുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനും അതിലൂടെ സമാധാനം കണ്ടെത്തുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും
തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു